ശബരിമല അയ്യപ്പ സേവാ സമാജം കാഞ്ഞിരപ്പള്ളി പരുതുമലയിൽ കേരളത്തിലെ സമ്പോധ് ഫൗണ്ടേഷൻ സ്ഥാപകനായ സ്വാമി ബോധാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വാമി അധ്യാത്മാനന്ദയുടെ നേതൃത്വത്തിൽ മാതൃപൂജ സംഘടിപ്പിക്കുകയും മാതൃത്വത്തിൻ്റെ മനസ്സിലെ ലോലഭാവങ്ങളെ തൻ്റെ വരികളിൽ ആവാഹിച്ച് സ്വാമി അധ്യാത്മാനന്ദ തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയ വരികൾക്ക് ജീവൻ പകർന്നത് ഡോക്ടർ അനുപ്രിയ. മാതൃപൂജയ്ക്കായി വന്ന അമ്മമാർക്കും കുട്ടികൾക്കും പ്രത്യേകം കൗൺസിലിംഗ് നൽകിയിട്ടാണ് പൂജ ആരംഭിച്ചത്. കൗൺസിലിംഗ് കഴിഞ്ഞ് കുട്ടികളെ അമ്മമാരുടെ അരികിലേക്ക് കൊണ്ടുവരുന്നു. എനിക്ക് വളരെ സന്തോഷമായി. സ്വന്തം അമ്മമാരെ പൂജിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. അമ്മമാരെ ഇഷ്ടമാണോ? മുതിർന്ന കുട്ടികൾക്കൊക്കെ അറിയാം, ഈ അമ്മയുടെ ഉദരത്തിലാണ് നിങ്ങൾ രൂപപ്പെട്ടതും വളർന്നതും, അവരാണ് നിങ്ങളെല്ലാവരെയും പ്രസവിച്ചത്. ഏതായാലും അങ്ങനെയൊക്കെ നമ്മെ ഗർഭത്തിൽ പേറി അതവരെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറില്ലേ? 10 മാസം വരെ പ്രസവിച്ച പരിരക്ഷിച്ച സ്നേഹവും വാത്സല്യവും ഒക്കെ ചൊരിഞ്ഞു തരുന്ന അമ്മമാരെയാണ് നമ്മൾ ഇന്ന് പൂജിക്കുന്നത്. ഇവിടെ ശാന്തി മന്ത്രം ചൊല്ലും. അതിനുശേഷം ഓരോ നാമവും പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റു പറഞ്ഞ് പുഷ്പം അർച്ചിക്കണം. അമ്മമാരെ കണ്ണടച്ചിരിക്കുകയാണ്. നിർദ്ദേശം കിട്ടുമ്പോൾ മാത്രമേ അമ്മമാരെ കണ്ണ് തുറക്കുള്ളൂ. പൂജയിലെ അമ്മമാർ ഒരു തരത്തിലും ഇടപെടുന്നുണ്ടാവില്ല. കുട്ടികളും ശാന്തി മന്ത്ര ജപം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി കണ്ണടച്ച് നിവർന്നിരുന്നു. ഓം സഹനാഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. കുട്ടികൾ സാവധാനം കണ്ണു തുറന്ന് അഭിഷേകത്തിന് തന്നിട്ടുള്ള ഗ്ലാസ്സിലെ ജലം ഉപയോഗിച്ച് അമ്മയുടെ കാല് അഭിഷേകം കഴിയിക്കും. സർവേശ്വരി ജഗദമ്പേ അനുഗ്രഹിക്കണേ, അമ്മേ അനുഗ്രഹിക്കണേ പ്രാർത്ഥിച്ചുകൊണ്ട് പൂജയിൽ കഴിയുന്നത്ര മുഴുകിയിട്ട് പൂജ ചെയ്യൂ. നിങ്ങളുടെ പൊന്ന അമ്മയെയാണ്. അടുത്തതായിട്ട് മോതിര വിരൽ റിംഗ് ഫിംഗർ ഉപയോഗിച്ച് അമ്മയുടെ 2 പാദങ്ങളിലും ചന്ദനവും കുങ്കുമവും മനോഹരമായി തൊടിയിക്കാം. ഇനി കണ്ണടച്ച് നിവർന്നിരുന്ന് ഇവിടെ ആലപിക്കുന്ന നാമാവലി സ്തോത്രം ശ്രദ്ധിക്കാം. അതിനുശേഷം കണ്ണ് തുറന്ന് നാം അർച്ചന ചെയ്യും. പ്രദായിനി
അല്പമെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് നാമം ഏറ്റു ചൊല്ലിക്കൊണ്ട് അമ്മയുടെ പാദത്തിൽ പുഷ്പാർച്ചന ചെയ്യാം. അമ്മയെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. ഓം വിവേകപ്രദായിന്യേ നമഃ. ഓം വിവേകപ്രദായിന്യേ നമഃ. ഓം സദ്ഗതിദായിന്യേ നമഃ. ഓം മേധാസ്വരൂപിണ്യേ നമഃ. ഓം മേധാസ്വരൂപിണ്യേ നമഃ. ഓം ധർമ്മപ്രചോദിന്യേ നമഃ. ഓം ഭദ്രായൈ നമഃ. ഓം ഭദ്രായൈ നമഃ. ഓം സർവതീർത്ഥാത്മികായൈ നമഃ. മുക്തിപ്രദായിന്യേ നമഃ. ഓം ശാന്തിപ്രദായിന്യേ നമഃ. ഓം ശങ്കര്यै നമഃ. അമ്മേ ജഗദംബേ അനുഗ്രഹിക്കണേ, സദ്ബുദ്ധി പ്രദാനം ചെയ്യണമേ. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു ചേരുമ്പോഴും ഉചിതമായ രീതിയിൽ ഇടപെടാൻ വേണ്ടുന്ന വിവേക ബുദ്ധി പ്രദാനം ചെയ്യണേ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ നെറ്റിയിൽ ചന്ദനവും കുങ്കുമം പൊടിക്കുക. അതിനുശേഷം കഴുത്തിൽ മാല അണിയിക്കാം. അമ്മേ മഹേശ്വരി അനുഗ്രഹിക്കണേ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കഴുത്തിൽ മാല അണിയിക്കാം. അതിനുശേഷം യഥാസ്ഥാനത്ത് കുട്ടികൾക്ക് ഇരിക്കാം. അടുത്തത് അമ്മയുടെ പാദങ്ങളിലുള്ള നമസ്കാരാർപ്പണമാണ്. ഈ ഗാനാലാപം നൽകി നമുക്ക് അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും മുട്ടുകുത്തി അമ്മയുടെ പാദങ്ങളിൽ നമസ്കാരം അമ്മയുണ്ടെന്നുമുണ്ടെൻ്റെയൊപ്പം ആത്മപ്രചോദനം. അമ്മേ ഞാൻ പൂജിച്ചു തൃപ്പാദ പദ്മത്തെ നന്നായി നമിക്കുന്നനുഗ്രഹിച്ചിടണം. തെറ്റുകൾ ഞാൻ ചെയ്തു പോയവയൊക്കെയും തീർത്ഥസ്വരൂപിണി നീ ക്ഷമിച്ചിടണം. ശ്രേയസ്സിൻ പാതയിൽ ധൈര്യമാർന്നെപ്പോഴും പക്വതയോടെ ചരിക്കാൻ തുണയ്ക്കണം. വീണ്ടും നമിക്കുന്നു നിൻ പദമംബികേ, ത്രൈലോക്യനായികേ, പ്രേമസ്വരൂപിണി, ത്രൈലോക്യനായികേ, പ്രേമസ്വരൂപിണി. കുട്ടികള് സ്വസ്ഥിതിയിൽ ഇരുന്നോളൂ, തിരിച്ചിരുന്നോളൂ. ഇവിടെ ആലപിക്കപ്പെടുന്ന മറ്റൊരു ഗാനം ശ്രദ്ധിച്ചിരിക്കാം. എല്ലാം സഹിച്ചൊരു സ്നേഹമൂർത്തി എന്നും എനിക്കേകമാലംബനം. ലക്ഷ്യബോധം പകർന്നെന്നിലമ്മ, വാത്സല്യപ്പുഞ്ചിരി പൂനിലാവായി അന്തരംഗത്തിൽ വിളങ്ങുമമ്മ. ആശ്രിത വത്സല സൗന്ദര്യമേ, ആരാധ്യതീ എനിക്കെന്നുമെന്നും
ചേർന്നിരുന്ന് അമ്മയുടെ മടിയിൽ ശിരസ് ചാലിച്ച് അമ്മയുടെ മടിത്തട്ടാണ് നമുക്ക് അഭയം. അമ്മമാര് സ്വസ്ഥരായിട്ടിരുന്നാൽ മതി, പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. അമ്മയുടെ മടിയിൽ തല ചാലിച്ച് സ്വസ്ഥരായി അർപ്പിച്ച് ഇരുന്നോളൂ. അമ്മേ മഹേശ്വരി ത്രൈലോക്യ സുന്ദരി അഭയം തരണേ തായേ കനിയണമെന്നിൽ കഥനമകറ്റണം കനിയണമെന്നിൽ കഥനമകറ്റണം കരുണാവാരിധി മാതേ വാത്സല്യവാരിധി അമ്മേ വാത്സല്യവാരിധി അമ്മേ നിൻമടിത്തട്ടിലിൻ ഭാരങ്ങളൊക്കെയും അമ്മേ സമർപ്പിച്ചിടട്ടെ. ഈ സ്നേഹഗംഗയിൽ മുങ്ങി നീ വരട്ടെ. തീർത്ഥസ്വരൂപിണി ഭദ്രേ പാപം ഹനിക്കണം ശുദ്ധിയും തുഷ്ടിയും തൃപ്തിയുമേകണമമ്മേ. സാന്ത്വന ശാന്തി ഗീതമേ അമ്മേ അമ്മേ അമ്മേ. ഉദരത്തിലൊരു കുഞ്ഞ് രൂപപ്പെട്ടു എന്ന് തിരിച്ചറിയുന്ന വേളയായിരിക്കും. തുടർന്ന് കുട്ടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടവും ഗർഭിണി അറിയുന്നു. ഓരോ ചലനവും സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർവൃതിയാണ്. ഗർഭാവസ്ഥയുടെ എല്ലാം പിറന്ന ശേഷം ആദ്യമായി കണ്ട നിമിഷം അത് ഏതൊരമ്മയുടെ ജീവിതത്തിലെയും അവിസ്മരണീയ വേളയായിരിക്കും. അച്ഛനെയും അമ്മയെയും ആലോചിച്ച്, ജഗദീശ്വരനെയും ജഗദമ്പയെയും ആലോചിച്ച് എല്ലാ സന്തോഷങ്ങളും ആവാഹിച്ച് നമുക്ക് നമ്മുടെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കാം. വാരി പുണർന്നവരുടെ രണ്ട് കവിളിലും ഉമ്മ വയ്ക്കാം, നെറുകയിലും ഉമ്മ വയ്ക്കാം. അമ്മമാരും കുഞ്ഞുങ്ങളും തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞ് ഒരു ചുംബനത്തിൽ അലിഞ്ഞ് ഇല്ലാതാകുന്ന നിമിഷം. അമ്മേ അമ്മേ എന്നു കേടുന്ന ശീലമുണ്ട് അമ്മയാണെന്നും എനിക്കേകമാശ്രയം. കുട്ടികളെ മടിയിലിരുത്തി മധുരം കൊടുത്ത് അമ്മേ അമ്മേ എന്നു കേടുന്ന ശീലമുണ്ട് എന്റെ അസ്തിത്വവും ദേഹവൈരാഹവും മാതൃതപസ്സിന്റെ സ്നേഹോപഹാരമാം അമ്മേ അമ്മേ എന്നു കേടുന്ന ശീലമുണ്ട് അമ്മയാണെന്നും എനിക്കേകമാശ്രയം. അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും വികാരനിർഭരമായ നിമിഷങ്ങൾ വിതുമ്പലായും കണ്ണുനീരായും ആശ്വാസമായും തലോടലായും നിറഞ്ഞൊഴുകി. എനിക്കേകമാശ്രയം. കുട്ടികൾ നിശ്ചയിച്ച കാര്യം ഉണ്ടെങ്കിൽ അമ്മയുടെ ചെവിയിൽ പറഞ്ഞോളൂ. അമ്മമാരത് കൃത്യമായി കേട്ട് മക്കളെ നന്നായിട്ട് അനുഗ്രഹിച്ചോളൂ. ഈ മാതൃപൂജ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്നും മായാതെ ഒരു അനുഭൂതിയായി നിറഞ്ഞ് ഒഴുകട്ടെ. ഇനി അടുത്ത ചടങ്ങിന് എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് എല്ലാവരുടെ അടുത്തേക്കും ചെല്ലുക. ഇവിടെ പൂജയിൽ നേരിട്ട് പങ്കെടുക്കാൻ
സാധിക്കാതെ കാഴ്ചക്കാരായി വന്നവരുടെ അടുത്തേക്കും ചെല്ലാം. പരസ്പരം സ്നേഹവാത്സല്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ചെയ്യാം. കുട്ടികളുടെ അച്ഛന്മാർ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ അച്ഛന്മാരെ പോയി നമസ്കരിക്കും. ദൈവം നിങ്ങളെ കാക്കട്ടെ നിത്യം. ഓമനമക്കളെ നിങ്ങൾ പാരിൻ ശോഭന നക്ഷത്രജാലം സാനന്ദപൂർണ്ണം വളരാൻ ഭാവിയുത്തമമാക്കിയെടുക്കാൻ എന്നും ഉത്സാഹിച്ചിടണം. ദൈവം നിങ്ങളെ കാക്കട്ടെ നിത്യം. ഓടി വന്നിടുക നിങ്ങൾ കാത്തു നിൽക്കുന്നു വാരിപ്പുണരാൻ. അമ്മമാരക്ഷമരായി പ്രേമവാത്സല്യമേറെ ചൊരിയാൻ സങ്കടമെല്ലാം അകറ്റാൻ ഏറെ ആശ്വാസം നൽകി കനിയാൻ. അമ്മമാരക്ഷമരായി പ്രേമവാത്സല്യമേറെ ചൊരിയാൻ ശാന്തി സുഭദ്രമാരോഗ്യം നൂനം പാലിക്കാൻ ശ്രദ്ധ വയ്ക്കണം. നിങ്ങൾക്കു വേണ്ടി തുണയ്ക്കും മാതൃമാനസം പ്രാർത്ഥനാപൂർവം. ഓമനമക്കളെ നിങ്ങൾ പാരിൻ ശോഭന നക്ഷത്രജാലം. തയ്യാറായെത്തിയ എല്ലാ കുട്ടികളെയും സ്വാമി അഭിനന്ദിക്കട്ടെ. എനിക്ക് ഇന്ന് ലഭിച്ച അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കും വലിയൊരു മൂലധനമായി പ്രചോദനമായി മാറട്ടെ.